നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നവോദയ വിദ്യാലയയിലേക്കുള്ള ഒരു എൻട്രി, അതും 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ച് 6ാം ക്ലാസ്സിലേക്ക് നവോദയ വിദ്യാലയയിൽ ഒരു പഠനം നോക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നവോദയ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയായിരിക്കും പഠന രീതി, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വിശദമായി ഒന്ന് പറയാം. അതൊക്കെ കേട്ട് മനസ്സിലാക്കി താല്പര്യമുള്ള ഒരു കാര്യമാണിതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി മാതാപിതാക്കളുടെ സ്വപ്നമാണ് നവോദയ വിദ്യാലയയിൽ കുട്ടികൾക്കൊരു എൻട്രി നേടിക്കൊടുക്കുക എന്നുള്ളത്. നവോദയ വിദ്യാലയ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒട്ടനവധി ലൊക്കേഷൻസിലായിട്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഒന്നുവെച്ച് ഉള്ള ഒരു സംവിധാനമാണ് നവോദയ വിദ്യാലയ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു നവോദയ വിദ്യാലയ വെച്ചുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള അഡ്മിഷൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്. വളരെ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു പാഠ്യപദ്ധതി ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും, പാഠ്യ വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, പാഠ്യ ഇതര വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലുമൊക്കെ ജവഹർ നവോദയ എന്ന് മുൻപ് പറഞ്ഞു കേട്ടിരുന്ന ഇപ്പോൾ നവോദയ വിദ്യാലയ എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങൾ വളരെ മികച്ച ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് തരുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാതാപിതാക്കൾക്ക് ഇതിനോട് വലിയ താല്പര്യവുമുണ്ട്. റെസിഡൻഷ്യൽ സ്വഭാവമുള്ള വിദ്യാഭ്യാസ സംവിധാനമാണ്. അതായത് മുഴുവനായും അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന രീതിയാണ് നവോദയ വിദ്യാലയത്തിൽ മുഴുവനായിട്ടുമുള്ളത്. അല്ലാതെ നമ്മൾ സാധാരണ പോലെ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു രീതിയല്ല. മുഴുവനായും തന്നെ റെസിഡൻഷ്യൽ മാതൃകയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നവോദയ വിദ്യാലയം നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ. അതായത് ഒരു മികച്ച CBSE സിലബസിലുള്ള ഒരു വിദ്യാഭ്യാസം അത് സൗജന്യമായി നേടാനുള്ളൊരു അവസരം, അതും റെസിഡൻഷ്യൽ മാതൃകയിൽ എല്ലാ ചെലവുകളും സർക്കാർ തന്നെ നോക്കി നടത്തുന്ന ഒരു വിദ്യാഭ്യാസ രീതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ നവോദയ വിദ്യാലയയിലേക്ക് ഒരു അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നും പിന്നെ പേരൻസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. മുഴുവനായും സൗജന്യമായ വിദ്യാഭ്യാസവും താമസവും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മികവ്. അപ്പോൾ ഇത് ഞാനൊരു ആമുഖമായി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ 4ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്സൊക്കെ പൊതുവിദ്യാലയത്തിൽ കേരളത്തിലെ അതത് സംസ്ഥാനത്തിൽ ഏത് നവോദയയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയിലെ തന്നെ ഒരു അംഗീകൃത സ്കൂളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 3-4 ക്ലാസ്സുകളിലെ ഒരു കേരളത്തിലെ അംഗീകൃത സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥി ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് 6ാം ക്ലാസ്സിലേക്ക് ഈ അഡ്മിഷന് ഉള്ള എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ 5ാം ക്ലാസ് നേരത്തെ കഴിഞ്ഞു പോയി, ഇപ്പോൾ 6ലോ 7ലോ പഠിക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണെങ്കിൽ 6ലേക്ക് അപ്ലൈ ചെയ്യാമോ? പറ്റില്ല. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിലും ഈ വർഷം 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അവസരം എന്നുള്ളത് വളരെ എടുത്ത് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 2026 ഉള്ള ഒരു അഡ്മിഷനാണിത് വരുന്നത്. 2026-27 അഡ്മിഷനാണ്. അപ്പോൾ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ജൂണിൽ 5ാം ക്ലാസ്സിലേക്ക് കയറിയതേ ഉള്ളൂ. ആ കുട്ടിക്ക് 2026 ജൂണിൽ 6ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനുള്ള അഡ്മിഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ജില്ലയിലാണോ നിങ്ങൾ സ്ഥിരതാമസമായിട്ടുള്ളത് ആ ജില്ലയിലെ നവോദയ വിദ്യാലയത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഇതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് 2014 മെയ് 1-നും 2016 ജൂലൈ 31-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഒന്നുകൂടി ഞാനത് പറയാം. 2014 മെയ് 1-ാം തീയതിക്കും 2016 ജൂലൈ 31-ാം തീയതിക്കും ഇടയ്ക്ക്, ഈ 2 ഡേറ്റുകളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. അവർക്കായിരിക്കും ഇതിലെ എലിജിബിലിറ്റി. പിന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC കാറ്റഗറിക്കൊക്കെ പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാറുണ്ട്. ഇക്കാര്യത്തിൽ അതില്ല. എല്ലാവർക്കും ഒരേ മാനദണ്ഡമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിലും പ്രായപരിധിയിൽ ഒരു ഇളവും പ്രതീക്ഷിക്കേണ്ട.
അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും എല്ലാം അവരുടെ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ കയറി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ 14 ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങളുണ്ട്. ആ നവോദയ വിദ്യാലയങ്ങളെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലുണ്ടെങ്കിൽ ഈ 14 ജില്ലകളിലെ നിങ്ങളുടെ ഏത് ജില്ലയാണോ ആ ജില്ലയിലെ നവോദയ വിദ്യാലയത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് സിലബസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ CBSE സിലബസാണ്. ഫുള്ളി റെസിഡൻഷ്യലാണ്, അതായത് സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന ഒരു രീതിയാണുള്ളത്. അതുപോലെ തന്നെ 8ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലായിരിക്കും CBSE സിലബസിൽ തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഹിന്ദി ഈ സബ്ജക്റ്റുകളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. 9 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ 9, 10, 11, 12 ഈ ക്ലാസ്സുകളിൽ 600 രൂപ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. അതായത് പ്രതിമാസം 600 രൂപ, അതാണ് 9 മുതൽ 12 വരെ ഉള്ളവർക്ക് കൊടുക്കേണ്ട ഫീസ്. അത്രയും മാത്രം കൊടുത്താൽ മതി എന്നുള്ളതൊന്നും ഓർക്കുക കേട്ടോ. ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിന് ഇത്രയും ഒരു ചെറിയ ഫീസിൽ വേറെ എങ്ങും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പൊതുവെ അറിയാമല്ലോ. അപ്പോൾ അത് 9 മുതൽ 12 വരെയാണ് ഈ 600 രൂപ പ്രതിമാസം കൊടുക്കേണ്ടത്. അതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ അതുപോലും ഇല്ല. ഇനി 600 രൂപയിൽ തന്നെ ബിലോ പോവർട്ടി ലൈൻ BPL-ലുള്ളവർക്ക് ഈ ഫീസ് കൊടുക്കണ്ട, പെൺകുട്ടികൾക്ക് ഈ ഫീസ് കൊടുക്കണ്ട, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കണ്ട, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ, ഭിന്നശേഷിക്കാർക്ക്, ഈ വിഭാഗത്തിലുള്ളവർക്കൊന്നും ഈ 600 രൂപ ഫീസും കൊടുക്കണ്ട എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ 9ാം ക്ലാസ്സിലേക്ക് എത്തുന്നതോടുകൂടി ഈ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9ാം ക്ലാസ്സിലേക്ക് എത്തുന്നതോടുകൂടി ഹിന്ദി മേഖലയിൽ എവിടെയെങ്കിലും, അതായത് ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ ഹിന്ദി മേഖലയിലുള്ള ഹിന്ദി മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഒരു വർഷം അവരെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഡെപ്യൂട്ട് ചെയ്യുന്നത് പോലെ, അതായത് ഈ സ്കൂളിൽ നിന്ന് ആ സ്കൂളിലേക്ക് മാറ്റി ഒരു വർഷം അവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ ഇത് ആസ്വദിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ടെസ്റ്റ് ഡിസംബർ 13-ാം തീയതി ഒരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. അത് OMR പാറ്റേണിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. 2 മണിക്കൂർ ടെസ്റ്റ് ആയിരിക്കും. അതിനകത്ത് മെൻ്റൽ എബിലിറ്റി ഉണ്ട്, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ തിങ്കിങ്, ലാംഗ്വേജ് എബിലിറ്റി, വെർബൽ എബിലിറ്റി ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു 80 ചോദ്യങ്ങളടങ്ങുന്ന ഒരു പരീക്ഷയായിരിക്കും. 100 മാർക്കായിരിക്കും, 120 മിനിറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളുടെ സെലക്ഷൻ ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശീലിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈൻ സോഴ്സുകളിൽ നിന്നൊക്കെ നവോദയ എൻട്രൻസിൻ്റെ മുൻ വർഷങ്ങളിലെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ടെത്താൻ സാധിക്കും. അതൊക്കെ ഒന്ന് കണ്ടെത്തി മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജൂലൈ 29 അപ്പോൾ ജൂലൈ 29-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സാവകാശമുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് നവോദയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ കയറി navodaya.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എത്രയും നേരത്തെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ കുട്ടിയെ നവോദയയിലേക്ക് ഒരു അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ 13-ന് നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ നടത്തുക, ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ജൂൺ മാസമേ ആയുള്ളൂ. ഇനി ധാരാളം സമയം കിടക്കുന്നു നമുക്ക് ഡിസംബറിലേക്ക്. ആ സമയം കൊണ്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് തയ്യാറെടുക്കാം, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരുപക്ഷെ നിങ്ങളിലൂടെ ഒരു ഉപകാരം ഉണ്ടായെങ്കിൽ അതിൽ നിങ്ങൾക്കും സന്തോഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ധൈര്യമായി കമൻറ്റ് ഇടാൻ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.